അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചെയ്യാനുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ മോനിക്ക് വേണ്ടി ഉപ്പ് ഓർഡർ ചെയ്ത ഒരു കേക്കാണിത്. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി പ്രളയം ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ട് ശരിക്കും ക്യാരമൽ ആയതിന് ശേഷം നമ്മൾ അതിൽ ബട്ടർ ഇട്ട് നട്ട്സും കൂടി ആഡ് ചെയ്തിട്ടാണ് പ്രളയം ഉണ്ടാക്കുന്നത്. കേക്കിന് നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടി 5 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കേട്ടോ. നമുക്ക് 6 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബേസ് വെച്ചിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഒരു കേക്ക് സ്പഞ്ച് വെച്ച് ഇതിന് വെറ്റ് നമ്മളെടുത്താണ് പാലും മിൽക്ക് മെയ്ഡും ബൂസ്റ്റും കൂടി മിക്സ് ചെയ്തൊരു സിറപ്പാണ്. നമ്മൾ ക്രീം കോട്ടി എടുക്കണം, ക്രീമിക്കും ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മളിതിന് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നല്ല മഴയും കാറ്റൊക്കെ കേട്ടോ. അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സൗണ്ട് ഉണ്ട്. നമ്മൾ പ്രളയം പൊടിച്ചിട്ട് കൊടുത്ത് ബൂസ്റ്റ് ഇട്ട് കൊടുത്ത് ചോക്കോനട്ട്സും കൂടിയാണ് ഫില്ല് ചെയ്യണം കേട്ടോ, ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണേ. അതുപോലെ നമ്മൾ 5 ലെയറും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. 1 kg വെയിറ്റ് ചെയ്യുന്ന ഒരു കേക്ക് മതി എത്താന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ മോനെ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ടായിരുന്നു സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാക്ക്. അതുകൊണ്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് സ്പൈഡർമാൻ തീമിലാണ് ചെയ്തു കൊടുത്തു. പൊതുവെ കേക്കിൽ ഞാൻ അധികം ഡാർക്ക് കളർ കൊടുക്കലില്ല. അവർ പറഞ്ഞാൽ തന്നെ അതിനെ മാക്സിമം ലൈറ്റ് ആക്കാനാണ് ചെയ്യൽ. എന്നിട്ട് ഒരൊരു കാര്യം പറഞ്ഞെടുക്കും, കയ്പ്പരസം വരാനും കുട്ടികളൊക്കെ കഴിക്കണമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുഴപ്പമുണ്ടാവില്ലേ. ഇതിന് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം മേലെ ഒരു ബ്ലൂ കളർ ആഡ് ചെയ്തെടുക്കുക. 2 ഡ്രോപ്പ് ബ്ലൂ എടുത്തിട്ട് മേലെ കൂടി സ്പാച്ചിൽ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാശ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളിതിനൊരു വല കൊടുക്കുന്നത് കേട്ടോ. സ്പൈഡർമാൻ തീമല്ലേ. പിന്നെ 2 സ്പൈഡർമാൻ പിക്ചർ കട്ട് ചെയ്ത് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് സ്പൈഡർമാൻ കറക്റ്റായിട്ട് സെറ്റായിട്ടാണ്. പിന്നെ മേൽഭാഗത്ത് എവിടെ വെക്കണമെന്ന് ഒരു ഐഡിയ ഇട്ടാതെ നിൽക്കുകയായിരുന്നു. ഫസ്റ്റ് വെച്ച ഭാഗത്ത് നിന്ന് എടുത്ത് വേറെ ഭാഗത്ത് വെക്കുന്നുണ്ട്. ബർത്ത്ഡേ ടോപ്പർ വെച്ചപ്പോൾ അതൊരു കേക്കിന് ഒരു ലുക്ക് കിട്ടണില്ല, അപ്പോൾ അതെടുത്ത് ഒഴിവാക്കി 2 സ്പൈഡർമാൻ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. ഫോണ്ടന്റിൽ പേര് എഴുതിയപ്പോൾ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് ആയിട്ടാണ് പറഞ്ഞോളൂ. വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കല്ലേട്ടോ.